ഗൈസ് ഇതൊക്കെ എത്തായിരം കാട്ടിച്ചിട്ട് പൂക്കിയാക്കിക്കിട്. അമിഗോസ് കൊമേസ്താൻ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോഴത് കോക്സാർ വില്ലേജിലാണ്. നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നു. രാവിലെ അല്ല 11-12 മണി ആവാനായി, ഉച്ചയാവാനായി. ബട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെയാണ് എൻ്റെ ഒരു കിടിലൻ ക്ലൈമറ്റ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കോടൊക്കെ ഇറങ്ങി നല്ല പച്ച മല. ഇതുവരെ മഞ്ഞിൽ പൊതിഞ്ഞ മലയും അതുപോലെ ഒന്നുമില്ലാത്ത വരണ്ട മലകൾ ഇതിന് കണ്ടിൻ്റെത്. ഇനി അങ്ങോട്ട് ഇതുപോലെ പച്ചപ്പ് എന്താ പറയുക, പച്ചപ്പരവതാരികൾ. യെസ്, അങ്ങനെ പറയാം. കുറച്ച് സാഹിത്യം ആയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനത്തെ മലകളാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക. യെസ് ഗൈസ്, നമ്മൾ ഇന്ന് എവിടേക്കാ പോവാന്ന് വെച്ചാൽ അറിയില്ല ഗൈസ്. നമ്മൾ എവിടെ വരെ എത്തും എന്നറിയില്ല. ആൻഡ് നമ്മളെ പ്ലാൻ എന്താ വെച്ചാലും മണാലി പോകാനാണ്. കാരണം നമുക്ക് ബാഗ് അത്യാവശ്യം നല്ല ലഗേജ് അത്യാവശ്യം നല്ല കനമുണ്ട്. അപ്പോൾ മണാലിയിൽ നമുക്ക് അറിയുന്ന ഒരാളുണ്ട്. അപ്പോൾ മൂപ്പരെ നിശാൽക്കാന്ന് പറയാം. അപ്പോൾ മൂപ്പരെ അവിടെ പോയിട്ട് അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ ഇറക്കി വെക്കാം. അപ്പോൾ അതിന് നമ്മൾ ചിലപ്പോൾ ബസ്സിനായിരിക്കും പോകാം. ഇവിടുന്ന് കുറച്ച് നമ്മൾ നടക്കും, മേ ബി കുറച്ച് കഴിഞ്ഞിട്ട് ബസ്സിന് പോകും. ഇവിടുന്ന് എത്രയോ 50 കിലോമീറ്റർ ഉണ്ട് മണാലിക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന് ഗൈസ്. നോക്കൂ, രാവിലെ തന്നെ നല്ല കിടിലൻ വിഷ്വൽസാണ് ഗൈസ്. എൻ്റെ ജലദോഷം പിടിച്ചിട്ട് ആകെ അടങ്ങാറായിക്കാണ്. അത് വേറൊരു കാര്യം. ചുണ്ട് പൊട്ടിയിട്ടാണ് അതും വേറെ. അതൊക്കെയാണ് മെയിൻ വിഷയം. ഞാൻ വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഈ വ്യൂ നോക്കിയാണ് എൻ്റെ മോനെ യജാതി ക്ലൈമറ്റ് എന്ന് പറയുമോ. നല്ല കിടിലൻ കാലാവസ്ഥ. നമ്മൾ നല്ല കിടിലൻ റൂട്ട്, നല്ല പച്ച എന്താ പറയുക, പച്ച പരവതാനി വിരിച്ച മല. ഞാൻ വീണ്ടും പറയുന്നു, പച്ച പരവതാനി വിരിച്ച മല. ആൻഡ് മുകളിൽ കണ്ട സമയം 1 മണിയാണ്. കോട കണ്ട അമ്മാതിരി ഫുള്ള് കോട, ചെറിയ പൊടിമഴ. അങ്ങനെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഗൈസ്. എൻ്റെ മോനെ നല്ല കിടിലൻ റൂട്ട് നോക്കിയാണിത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൽ കാണുമ്പോൾ ഒന്നും ഞങ്ങൾക്ക് ആ ഗുമ്മ കിട്ടുമെന്നറിയില്ല. പക്ഷേ ഇതൊക്കെ നേരിട്ട് വന്ന് തന്നെ കാണണം, എന്നാലും ഇതിൻ്റെ ആ രസം മനസ്സിലാവുള്ളൂ. ഇതുണ്ട് ഇവിടെ കണ്ടോ, ക്യാബേജ് കൃഷിയാണെന്ന് തോന്നുന്നു. ഇതൊരു കൃഷിയുണ്ട്. അങ്ങനെ കുറേ ധാബയും കാര്യങ്ങളും. ഇതുണ്ട വലിയ മലകൾ. കോട കാരണം മലൻ്റെ ടോപ്പ് വരെ കാണില്ല. അമ്മാതിരി കോടയാണ് ഇവിടെ ഉള്ളത്. ഓ മേൻ. അങ്ങനെ ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരു കടയിൽ. യെസ്, അങ്ങനെ ഗൈസ് നമ്മളെ സാധനത്തി നല്ല ഫ്രഞ്ച് ഫ്രൈസും ചായയും. കഴിക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ചായയൊക്കെ കുടിച്ചു. നമ്മൾ വീണ്ടും നടത്തം ആരംഭിച്ചു. അവിടെ കണ്ട ചെറിയ വെള്ളച്ചാട്ടം, ചെറിയ. യെസ്, നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഗൈസ്, ഞാൻ ഇതുവരെ പറയാത്ത സംഭവം ഉണ്ടേനി. ഇവിടുത്തെ ആൾക്കാരെ പറ്റി അതുവരെ പറഞ്ഞിട്ട് തോന്നണം ഗൈസ്. ഇവിടുത്തെ ആൾക്കാർ എന്തോ ഒരു ഫ്രണ്ട്ലി അറിയുമോ, ഭയങ്കര ഫ്രണ്ട്ലി. കുറേ ആൾക്കാരെ വിചാരം നോർത്ത് ആ ഭാഗം ഭയങ്കര സീനായിട്ടുള്ളൊരു ഏരിയ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക, കുറച്ച് എന്താ പറയുക വിവാദമുള്ള ടോപ്പിക്കാണ് ഈ മറ്റേ BJP RSS ഈ സംഭവങ്ങളൊക്കെ. മുസ്ലിംസിന് മര്യാദക്കൊന്നും നടക്കാനില്ല. ഹിമാചൽ ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു കുഴപ്പം ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ മനുഷ്യന് പേര് വെച്ചിട്ടല്ല നമുക്ക് ഫുഡ് തരുന്നത്, ഫ്രീ ആയിട്ട് ഫുഡ് തരുന്നത്, ഫ്രീ ആയിട്ട് സ്റ്റേ തരുന്നത്. ഒന്നും നമ്മൾ പേര് വെച്ചിട്ട് ജാതി മതം വെച്ചിട്ടൊന്നുമല്ല. എന്നോട് കുറച്ച് ആൾക്കാർ ഇതിലൊക്കെ ചോദിച്ചിരുന്നു, ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യുന്നത് ഇങ്ങനെ പ്രശ്നം കാര്യങ്ങളുണ്ടോ. ഒരു പ്രശ്നമില്ല, അതുവരെ നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല ഫേസ്. അങ്ങനെ എല്ലായിടത്തും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എല്ലായിടത്തും കുറച്ച് കീഴടക്കമുണ്ടല്ലോ, അതിൽ പെട്ട ആൾക്കാരൊക്കെയാണ് ഉള്ളത്. അത് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും മോശമാവണമെന്നില്ല.
കുറേ ആൾക്കാർക്കുള്ള തോട്ടം അതാണ്, നോർത്തിൽ ഫുള്ള് പ്രശ്നങ്ങളാണെന്നുള്ളത്. പക്ഷേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അത് കുറച്ച് പ്രശ്നങ്ങൾ, ഒരു ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അത് ആ പ്രശ്നങ്ങൾ കണ്ടിട്ട് നോർത്ത് മുഴുവൻ അങ്ങനെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട് കുറേ പ്രശ്നങ്ങൾ, ജാതി മതം വർഗം അല്ലാതെ തന്നെ കൊലപാതകമൊക്കെ ഉണ്ട്. അതേപോലൊക്കെ തന്നെ ഇവിടെ, പിന്നെ നമ്മളെക്കാട്ടി കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും നമുക്കിതുവരെ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു കേസേ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കാര്യം പറ്റി. നമ്മളിവിടെ ഒരു സാധനം മേടിച്ചു, നല്ലൊരു സാധനം തിന്നട്ടെ. നിലത്തേക്കാണ് ആക്കണ്ടത്. നമ്മളിപ്പോൾ എത്തിക്കേണ്ടത് അടൽ ടണലിൻ്റെ മുമ്പിൽ എത്തിക്കണം. അങ്ങനെ ഗൈസ് നമ്മൾ അടൽ ടണലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് നടന്നിട്ട് ടണൽ ക്രോസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇവിടുത്തെ പോലീസ്. അപ്പോൾ സീനാണ്, വണ്ടി വിളിച്ച് തന്നെ ക്രോസ് ചെയ്യണം, നടന്നിട്ട് ക്രോസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതാണ് ഗൈസ് അടൽ ടണലിൻ്റെ അടുത്തുള്ള വ്യൂ. ഇവിടെ ഇപ്പോൾ അടുത്തൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, നോക്കുന്ന ആ കമ്പി മേലെ ഇന്ന് സ്കോർപ്പിയോ വന്നിട്ട് സ്പീഡ് വന്നിട്ട് നേരെ ആണ് കയറിയ കമ്പിമേൽ. അങ്ങനെ ഡോക്ടർ കോമിൻ്റെ സ്റ്റോറി ഉണ്ടായിരുന്നു, ആ ഇതാണ് തോന്നുന്നത്. എന്ത് ചെയ്യാം ഒന്നും അറിയില്ല, ലിഫ്റ്റ് കിട്ടുമോ അതും അറിയില്ല ഗൈസ്. അടൽ ടണൽ റോത്താങ് ഗൈസ്. ഇതൊക്കെ മറ്റേ വണ്ടി, പേരെന്താണെന്ന് എനിക്കറിയില്ല. വണ്ടിയില്ലേ ഇവിടെ അടൽ ടണലിൻ്റെ അടുത്ത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഗൈസ്. അത് കണ്ട ബോട്ടിങ്, അതുപോലെ മറ്റേ ഗോ കാർട്ടിങ് ഉണ്ട്, ചെറിയ കാർ വെച്ചിട്ട് ഇങ്ങനെ റേസ് ചെയ്യണ ഒരു റേസിങ് സ്പേസ് ഉണ്ട് അവിടെ. അങ്ങനെ ഇതുണ്ട് ഗൈസ്. നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കിട്ടുമെന്ന് അറിയില്ല ഗൈസ്, നോക്കാം ഗൈസ്. നമുക്ക് ബസ് കിട്ടി ഗൈസ്. ഗൈസ് നമ്മൾ അടൽ ടണലിലേക്ക് പ്രവേശിച്ചു ഗൈസ്. ടണൽ കഴിഞ്ഞു. അങ്ങനെ ഗൈസ് നമ്മൾ മണാലിയിലെത്തി. നമ്മൾ എന്താ പറയുക, അടൽ ടണലിൽ ഈ ബസ് മണാലിക്ക് പോകേണ്ട ബസ്. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും മണാലിക്കാണ് നടന്നു പോകാൻ വിചാരിച്ചത്. അപ്പോൾ അടൽ ടണലിന് ശേഷം പിന്നെ ഇറങ്ങാനും ഇത് കിട്ടില്ല, കാരണം എന്താ പറയുക ലഗേജൊക്കെ എടുത്ത് ഇറങ്ങാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ പിന്നെ മണാലി തന്നെയാണ് ഇറങ്ങി നമ്മൾ. എന്നാലും നമുക്ക് മണാലി തന്നെയാണ് വരാനുള്ളത്. അവിടെ ഗൈസ് ഇവിടെ നമ്മൾ നിശാൽ ഖാൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോകും ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ മാപ്പ് ഇട്ട് കണ്ട് നമ്മൾ ആദ്യം മണാലി വന്നപ്പോൾ എന്താ പറയുക, ഒരു മലയാളി ചായക്കട കണ്ടില്ല, അനുസരിച്ച് ചേച്ചിയുടെ ചായക്കട പറഞ്ഞിട്ട് അപ്പോൾ അവിടെ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇത് എവിടെ വഴി അങ്ങനെ മനസ്സിലാവില്ല, അങ്ങനത്തെ വഴി കയറി കൊടുക്കണ്ട സംഭവം. ടീംസ് ഒന്നായിട്ട് ഇളകി. ഓ വേറെ ആളാ അതിൻ്റെ മേലിന്ന് കടിയിട്ടു. തമ്മിൽ എല്ലായി സംഭവം ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ ഗൈസ് നമ്മൾ കടയിലെത്തി. എൻ്റെ അമ്മ ഗൈസ് അങ്ങനെ നമ്മളെ ചോറെത്തി. കുറേ എന്താ പറയുക, അവിടെ നിന്ന് പോകുന്നതിന് ശേഷം നമുക്ക് ഇതുവരെ ചാക്കേരി കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ചാക്കേരി കിട്ടുന്നത്. പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്, സാമ്പാറൊക്കെ ഉണ്ട്. ഒന്നുകൂടെ ആവും ഇപ്പോൾ നാക്കിട്ട്
നാട്ടിലത്തെ ഒരു സാധനം കഴിക്കട്ടെ ഗൈസ്. ഗൈസ് ഇതൊക്കെ എത്തായിനെ കാട്ടിച്ചിക്കിടത് പൂക്കിയാക്കിക്കിടത്. ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ആദ്യം വന്നപ്പോൾ ഇന്നിൻ്റെ അപ്പോയിൻമെൻറ്റ് പോവാണ്, ഇനി ഷാൽഖാൻ്റെ അപ്പോയിൻമെൻറ്റിക്ക് പോവാണ് ഗൈസ്. ആൻഡ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മണാലിക്ക് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ലഗേജ് ഓവറാണ്, അപ്പോൾ അത് കുറക്കണം. അപ്പോൾ അത് കുറച്ച് അവിടെ കൊണ്ടുപോയി ഇടണം. അപ്പോൾ അവിടെ വെക്കണം, ഇവിടെ വെക്കണം, മണാലി വെക്കണം. പിന്നെ ഇഷ്ടംപോലെ വാഷ് ചെയ്യാണ്ട് നമുക്ക്, അത് വാഷ് ചെയ്യണം. പിന്നെ 2 ദിവസമായിട്ട് നെറ്റൊന്നും ഇല്ലായിരുന്നു ഗൈസ്, അപ്പോൾ കുറേ എഡിറ്റ് ചെയ്യാണ്ട്, അപ്പോൾ എഡിറ്റ് ചെയ്യാണ്ട് അപ്പോൾ എല്ലാം പാടി വയ്ക്കാണ്ട് 2 ദിവസം ഇവിടെ നിൽക്കാം. എന്നിട്ട് പിന്നെ യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. യെസ്, അതിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മണാലിക്ക് വന്നത്. ഉണ്ടോ ഇത് പറഞ്ഞത് മറ്റേ മണാലിത്തെ ടെമ്പിളിൻ്റെ അടുത്ത് കൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഗൈസ്. ഇവിടെയാണ് മറ്റേ ഏദിവാനീൻ്റെ ഒക്കെ ചെറിയ പാർട്ട് ഇവിടെ ഷൂട്ട് ചെയ്തതിന് എപ്പോഴത്തേനു ഞാൻ പടം കണ്ടില്ല. അന്ന് നെറ്റ് കിട്ടാത്ത ദിവസം ഞാൻ ഡൗൺലോഡ് വെച്ചിന്. ആ പടം ഞാൻ ആദ്യം മുമ്പ് കണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ അതിൽ നമ്മളീ പോയ വാക്കുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആ പടമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ പോയല്ലോ എന്നുള്ള ആ ഒരു ഇത്. യെസ് ഗൈസ്, അയ്യോ അത് കുറേ നടക്കാണ്ട്, നടന്നുകൊണ്ട് നിൽക്കണേ ഗൈസ്. ഓക്കെ ബൈ. ഹെഡ്സെറ്റ് മുറിഞ്ഞു, 2 കണ്ടായി. ഓക്കെ ഗൈസ്, ആദ്യം വന്നെന്ന് ഇവിടെ പരിപാടിയല്ലേ ഞാൻ, അതിൻ്റെ പന്തലൊക്കെ പഴിക്കണുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ദിവസം ഇങ്ങോട്ട് വന്നിട്ട് 18 ദിവസം 10 ദിവസമായി പരിപാടി. എന്താ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ, ഇപ്പോൾ കഴിഞ്ഞിട്ടെന്നല്ല പഴിക്കണുള്ളൂ. കുറേ കഴിച്ച് കഴിയണം, ഇപ്പോൾ കഴിക്കണു കുറച്ചുകൂടി ഉണ്ട്. അയ്യോ കുഴങ്ങി, ഇതൊരു ചുരം കയറുന്ന പോലെയാണ്, കുറേ നടക്കാണ്ടാകട്ടെ. അയ്യോ എന്താ ഇതാണ് അമ്പലം. തിന്നതൊക്കെ ദഹിച്ചു പോയി. അങ്ങനെ ഫൈനലി അയ്യോ കഴിഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തി. ഓ കണ്ട മണാലിത്തെ വ്യൂ, എൻ്റെ മോനെ ടിക്കറ്റിലും വ്യൂ. നമ്മൾ അന്ന് വന്നതായിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടോന്നു, എന്തൊക്കെ വ്യത്യാസങ്ങളുടെ പോലെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ 10-30 കിലോമീറ്റർ മാറുമ്പോൾ ഓരോ വ്യത്യസ്ത കാഴ്ചകളും വ്യത്യസ്ത കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ കോക്സാറുണ്ടല്ലോ, അവിടെ നല്ല തണുപ്പേനു. ഇവിടെ എത്തിയപ്പോൾ ചൂടായി. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൂടാണ്. ഇവിടെ തണുപ്പ് അങ്ങനെ കിട്ടുന്നില്ല. ഇനി രാത്രി എങ്ങനെയാണെന്നറിയില്ല. അയ്യോ അങ്ങനെ ഗൈസ് നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മളെ റൂം. യെസ്, നമ്മളിനി ചിലപ്പോൾ 2 ദിവസം ഇവിടെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ മണാലിത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ഓക്കെ പീസ്. മറ്റന്നാളെ കാണാം, മറ്റന്നാൾ 6 മണിക്ക്. ഓക്കെ ബൈ.